9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ നോക്കാം. ജീവനെടുത്തത് കരാർ കമ്പനിയുടെ അനാസ്ഥയോ? അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരിച്ചത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ്. മൃതദേഹം പുറത്തെടുത്തത് 3 മണിക്കൂറിന് ശേഷം വെട്ടിമുറിച്ച്. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. അരൂർ അപകടത്തിൽ പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെടും. ഉണ്ടായത് ജീവന് വില കൽപ്പിക്കാത്ത സമീപനമെന്ന് കെ സി വേണുഗോപാൽ. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ. പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം 6 മരിച്ച ചാവേർ ഡോക്ടർ ഒമർ നബി തന്നെയെന്ന് സ്ഥിരീകരിച്ച് DNA ഫലം. സംഘം പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പരകൾക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നേരിട്ട് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. എൻ വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനും SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഇന്ന് തീരും. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ 46 കേന്ദ്രങ്ങളിൽ. എക്സിറ്റ് പോളിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. ആത്മവിശ്വാസം വിടാതെ മഹാസഖ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ. നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നാളെ മുതൽ. സീറ്റ് വിഭജന തർക്കം തീരാതെ മുന്നണികൾ. അമേരിക്ക തുറന്നു. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൌൺ അവസാനിച്ചു. ബില്ലിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ഫെഡറൽ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് 43 ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്ന ധനവകുപ്പ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ പണിമുടക്കും. KGMCTA പ്രഖ്യാപിച്ച പണിമുടക്കിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള സേവനങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടാകാത്തതിന് കാരണം ധനവകുപ്പിന്റെ നിലപാടുകളെന്ന് സംഘടനയുടെ ആരോപണം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ന് രാവിലെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് തുടങ്ങിയത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ചന്ദിരൂരിൽ പുലർച്ചെ 2:30 ഗർഡർ സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാധാരണ ഗർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല. ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. കാരണം നമുക്ക് ഇതിനു മുന്നേ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ. കാരണം അത്രയേറെ ഗർഡറുകൾ ഇതിനകത്ത് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഡർ ഒരിക്കലും കടത്താറില്ല. വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗർഡർ കടത്തുന്നത്. ഇതിനെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു ജാക്കി വച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കും. അത് അതിൻ്റെതായ എൻജിനീയേഴ്സ് വന്നാലും നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഒരാളും ഒരു ജീവനും നമുക്ക് പൊലിയാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും വലുത് തന്നെ. ഒരു കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് വലുത് തന്നെ. നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ കളക്ടറിനെ അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിൻ്റെ തലത്തിൽ വരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാനൊക്കെ ഉണ്ടല്ലോ. ഒരു ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വരുമ്പോൾ നമുക്ക് ആശങ്കകൾ കൂടും. ജനങ്ങൾ അതിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഉത്കണ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയുടെ കാരണങ്ങൾ എൻജിനീയേഴ്സ് വന്നാലേ ഇതറിയാൻ പറ്റുള്ളൂ. ഇതിനെത്രത്തോളം, കാരണം മുന്നേ തന്നെ അറിഞ്ഞതാണ് ഈ ഗർഡർ എന്ന് പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. താഴെ കൂടെ വാഹനം പോകുമ്പോൾ ഗർഡർ ഒരിക്കലും വാഹനത്തെ കടത്തി വിടാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് വാഹനം കടന്നു പോയി ഇവർ പറയുന്നത് വച്ചു കഴിഞ്ഞാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിലെത്രത്തോളം അത് എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കും. വെളുപ്പിന് 2:30 മണിക്കായിരുന്നു സംഭവം. സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നത്. പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഗർഡർ വണ്ടിയിൽ വേണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് വശം ആൾക്കാർ ഇവരുടെ ഓടുക പണിക്കാർ ഓടുക കണ്ടായിരുന്നു. ഓപ്പോസിറ്റുള്ള ആക്സിഡൻറ്റ് ഉണ്ടോ ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ
സംഭവം അതായിരുന്നില്ല. വണ്ടി ഓടിച്ച ആൾക്കാർ നോക്കാൻ വന്നില്ല. നമ്മൾ നോക്കിയപ്പോഴേക്കാണ് വണ്ടിയുടെ മേളിൽ ഗർഡർ ഇരിക്കുന്നു, അതിൻ്റെ അകത്ത് ഒരാളും ഉണ്ട്. 2.5 മണിക്കാണ് ആള് മരിച്ചിരിക്കുന്നതിനകത്ത്. പക്ഷെ ഇപ്പോഴാണ് സംഭവം എല്ലാം ഒരാളോട് എടുത്തു കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. അരൂരിലെ അപകടത്തിൽ പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി മന്ത്രി മുഹമ്മദ് റിയാസാണ് വിശദീകരണം തേടിയത്. പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം ആരായും. അപകടം നടന്നപ്പോഴുണ്ടായ സാഹചര്യം പരിശോധിക്കുമെന്ന് നേരത്തെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് അന്വേഷണം പൂർണ്ണമായി തീർച്ചയായിട്ടും ഡീറ്റെയിൽ അന്വേഷണം നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. പ്രാഥമിക രൂപത്തിൽ നമ്മളിപ്പോ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടോൾ പ്ലാസ ആണ്. ഏകദേശം 38 മീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഗാൻട്രിക്കോട് ലിഫ്റ്റ് വെച്ചതിന് ശേഷം സൈഡ് പുഷ്, നമ്മൾ നോർമൽ കേസിൽ ഇതിനടിയിൽ ബെയറിംഗ് ഉണ്ട്, ബെയറിംഗിന്റെ വെള്ളിൽ കൃത്യമായിട്ട് പുഷ് എടുത്ത് വെക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇവിടെ അത് സാധ്യമല്ല. ഗാൻട്രിക്കേറ്റർ വെച്ച് എടുത്ത് റേസ് ചെയ്ത ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയും ഈ ബെയറിംഗിന്റെ വെള്ളം ഉയർത്തി വെക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഈ ഞാൻ മനസ്സിലാക്കിയത് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കിയത്. ഇതല്ലേ പറയാം, ഒരെണ്ണം വീണു, അത് മറ്റേ ബീമിന്റെ മേളിലോട്ട് ഗാർഡറിന്റെ മേളിലോട്ട് വീണു, അങ്ങനെ രണ്ടുകൂടെ കൊളാപ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്ത സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാറിന് നമ്മൾ ഈ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അബദ്ധത്തിൽ ഒരു രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് അവിടെ എത്തിയ സന്ദർശിച്ചതിന് ശേഷം സംസാരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതേസമയം അപകടത്തിന് കാരണം ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറെന്ന് കരാർ കമ്പനിയായ അശോക ബിൽഡ് കോൺസ്ട്രക്ഷൻ കോർഡിനേറ്റർ വേണുഗോപാൽ പറഞ്ഞു. ഗർഡർ സ്ഥാപിക്കുമ്പോൾ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു, എന്നിട്ടും വാഹനം കടന്നുപോയി എന്നും കമ്പനി അധികൃതർ പറയുന്നു. പ്രാഥമിക വിവരം അനുസരിച്ച് നമ്മളിത് സ്ലൈഡ് ചെയ്തതാണ്. സ്ലൈഡ് ചെയ്തിട്ട് ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ബിയറിങ്ങിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ്. ഇല്ല, അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ജാക്ക് ഹൈഡ്രോളിക് ജാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മളത് നോക്കിയിരുന്നത്. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് ഫെയിലറാണ് വന്നിരിക്കുന്നതാണ്. അതിനെ അന്വേഷിക്കണം. എന്തായാലും നമ്മളിപ്പോൾ ആദ്യം പരിഗണന കൊടുത്ത് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അത് കടത്തി വിടാറില്ല. അത് ബിയറിങ്, അതായത് ലൊക്കേഷനിലെത്തി ബിയറിങ് വെക്കേണ്ട ടൈമിലാണ് വാഹനം കടന്നു പോയതാണ് അറിഞ്ഞത്. നിയന്ത്രണം അതെ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ അതിന്റെ പൊസിഷനിൽ വന്നതിന് ശേഷമാണ്. ഇല്ലില്ല, പ്രോസസ് അല്ല ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. അപ്പൊ അത് ആ സമയത്ത് വാഹനങ്ങള് ഒരു വാഹനം കടന്നു പോയതായിട്ടാണ്. അങ്ങനെ ബ്ലോക്ക് ചെയ്യാറുള്ളതാണ്. അല്ല, ഇതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാഹനം എങ്ങനെ കടന്നു എന്നുള്ളത് അന്വേഷിക്കണം. അതേസമയം അപകടം പതിവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ഭയങ്കരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവർ കാണിക്കുന്നത്. യാതൊരുവിധ മനുഷ്യന് ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവരുടെ നിലപാട്. ഇവിടെ കുറെ അധികം നാട്ടുകാർ കൂടി ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഈ പണി തുടങ്ങിയ തൊട്ട് ഏകദേശം ഒരു 40-45 പേരോളം ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഭയങ്കരമായ അനാസ്ഥയാണ് സംഭവിച്ചേക്കുന്നത്. കാരണം ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് പിന്നെ പുറത്തുകൂടി എങ്ങനെ വണ്ടിയായിട്ട് പോകും. പിന്നെ എങ്ങനെ ചെയ്യേണ്ട പരിപാടികളാണ്. ഇവരൊന്നും ബ്ലോക്ക് ചെയ്യാതെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നത്. ഈ പണി ചെയ്യുമ്പോൾ വലിയൊരു ബ്ലോക്കിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഇത് മൊത്തം ഇടിച്ച് താഴെത്തോട്ട് വരില്ല. എന്താ ഉറപ്പ്? ഇവര് വരുന്ന ഇവരുടെ പണിയിൽ ഭയങ്കര വീഴ്ചയാണ്. കമ്പി എല്ലാ രീതിയിലും ഇത് വളരെ മോശമാണ് ഇവരുടെ പണി. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പണിയാണ് നടക്കുന്നത്. സാധാരണ റോഡ് അപ്രോച്ച് റോഡ് പണിതിട്ടാണ് സാധാരണ ഇത് പണിത് പോകുന്നത്. അതുപോലും ചെയ്യാതെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അമിതമായിട്ട് പണം ഇവരുടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. 10-60 പേര് മരിച്ചുകൂടാം. ജനത്തിൽ നടക്കാൻ കൂടി പറ്റാത്ത റോഡുകൾ. രാത്രി ഇത്രയും വലിയ വർക്കാണ് നടക്കുന്നത്. ഇവര് എന്ത് ലൈറ്റിലാണ് ചെയ്യണേ? ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഉണ്ട്.
ഇത്രയും വലിയ 70 ടണ്ണുള്ള എത്ര 70 ടണ്ണല്ലേ 70 ടണ്ണുള്ള സാധനം കയറ്റിയിട്ട് ഇത് പണിയുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് അവിടെയാണ്. ഇവർക്ക് എങ്ങനെ ഇവർക്ക് ഈ ജോലി ആണ് ഒരു ഇത്ര ഇരട്ടത്തിൽ നിന്ന് ഒരു പണിയുമ്പോഴത്തേക്ക് ഒരു ജാക്കിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പറ്റും. അത്രയ്ക്കൊരു സംവിധാനം ഇല്ലാതാണ് വർക്ക് ചെയ്യണത്. 2 ലൈറ്റിലാണ് 100 തൊഴിലാളികൾ ജോലി ചെയ്യണത്. പിന്നെ ഇപ്പൊ താഴത്ത് വണ്ടി പോണ പോലെ അവർക്ക് കാണില്ല, അവർക്ക് കാണാൻ പറ്റില്ല. അവരെ എന്താ പറയാ ഇത് ഇപ്പൊ 2 ഇടിച്ച് വീണില്ലേ, 2 ഇടിച്ച് ഇപ്പൊ അല്ലെ 2 ഇടിച്ച് വീണു. വണ്ടി ഇവരുടെ വണ്ടി തന്നെ 2ആയിട്ട് കണ്ടിച്ചു പോയത് തുറവൂർ ജംഗ്ഷനിലുണ്ടായി കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ്. യാതൊരു സംവിധാനം ചെയ്തു കൊടുക്കണില്ല. പിന്നെ യാത്രക്കാർക്ക് എന്ത് സംവിധാനം ചെയ്യണമെന്ന് പറയാം. ഇവിടെ മനുഷ്യർ എത്ര പേരെ മരിച്ചിട്ടില്ല. ഇവിടെ പണി പൂർണ്ണമാകുമ്പോ 5000 പേരെങ്കിലും മരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതാ കോൺട്രാക്ട്. അല്ല, നിയന്ത്രണമില്ലല്ലോ, ഒരു നിയന്ത്രണവും ഇല്ലല്ലോ ഇവിടെ. കാരണം അവർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാതെ കോൺക്രീറ്റ് ഇടുമ്പോഴൊക്കെ വണ്ടിയുടെ മേളിലേക്ക് വീഴുക. എന്നിട്ട് അവർക്കൊരു ഉത്തരവാദിത്തത്തിൽ ചെന്ന് പരാതിപ്പെട്ടല്ല ഒന്നുമില്ല. പോലീസ് പോലും കേസെടുക്കുന്നില്ല. ഒരു സുരക്ഷയില്ല ഇവിടെ. ഈ സുരക്ഷയില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്ര അധികം മരണങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇവരുടെ ആളുകൾ തന്നെ എത്ര ഒരു സേഫ്റ്റി എന്ന് പറയണത്, സേഫ്റ്റി ബെൽറ്റ് മേത്തിട്ടുകൊണ്ട് സേഫ്റ്റി ആവില്ല. അത് ഏതെങ്കിലും ഭാഗത്ത് ഹുക്ക് ചെയ്താൽ മാത്രമേ സേഫ്റ്റി ആവുള്ളൂ. ഒരു സേഫ്റ്റി പോലും ഇല്ലാതെ, ഒരു സേഫ്റ്റി ഓഫീസറുടെ മേൽനോട്ടം പോലും ഇല്ലാതെ ഇവിടെ ഇത്രയും വലിയ വർക്ക് നടക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ട് അവിടെ പ്രദേശവാസികളായ ആളുകൾക്ക് പറയാനുള്ളത് മുഴുവൻ ഇത്തരം പരാതികളാണ്. നേരത്തെ തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ മാത്രമാണ് അത് ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുന്നതെന്ന് മാത്രം. ഈ അവിടെ സുരക്ഷാ പ്രശ്നം കാര്യമായി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ നാട്ടുകാർ പറയുന്നത്? ഈ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജാക്ക് ഫെയിലിയർ ആണ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പ്രത്യേകിച്ച് ഇത്ര വലിയൊരു ജോലി നടക്കുന്ന സമയത്ത്. എന്തൊക്കെയാണ് നമുക്ക് പ്രാഥമികമായി അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഷിജ, ഒറ്റ വാക്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് മരണപ്പെടുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇത് നടപ്പാക്കുമ്പോൾ ഈ ഒരു നിർമ്മാണം നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളുണ്ട്. ഇപ്പോൾ അത് സാങ്കേതികമായ അദ്ദേഹം വിശദീകരിക്കും ജാക്കിൽ സംവിധാനത്തിന്റെ ഒരു ഹൈഡ്രോളിക് വിഷയങ്ങൾ കൊണ്ടാണ് എന്നതെല്ലാം പറയുമ്പോൾ ഇത് താഴേക്ക് വീഴുകയാണെങ്കിൽ അത് അവിടുന്ന് ആ വഴിയുള്ള ഗതാഗതം ഒഴിവാക്കേണ്ടതല്ലേ? അത് തടഞ്ഞു നിർത്തേണ്ടതല്ലേ? അവിടെ ആളുകളെ നിയോഗിക്കേണ്ടതല്ലേ? അവിടെ മാൻ പവർ വേണ്ടതല്ലേ? അവിടെ നിർത്തി ആളുകൾ കടന്നു പോകാവുന്ന രീതിയിലാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ ഒരു വെളിച്ച വിധാനമെല്ലാം തന്നെ വേണ്ടതല്ലേ? ഇതൊന്നുമില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഈ വന്ന ആളുകളിൽ ഒരാൾ പോലും പറയുന്നില്ല ഇവിടെ ഒരു കുറ്റമറ്റ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഒരാളും തന്നെ പറയുന്നില്ല. കാരണം നിരവധിയായ വിഷയങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം സുരക്ഷാ വിഷയം തന്നെയാണ്. അത് ഈ ആളുകൾ നാട്ടുകാർ ആശങ്കപ്പെടുന്നത് അവരുടെ മാത്രമല്ല, ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന ഈ തൊഴിലാളികളുടെ കൂടി സ്ഥിതിയെക്കുറിച്ച് കൂടി അവർക്ക് ആവലാതികളുണ്ട്. കാരണം അവർക്ക് പോലും സുരക്ഷാ ക്രമീകരണങ്ങളില്ല. അവരെ കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ജാക്കറ്റ് എന്ന് പറയാവുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പലപ്പോഴും ഈ ഫ്ലൂറസൻ കളറിലുള്ള ജാക്കറ്റ് ഇട്ട് അതുകൊണ്ട് മാത്രമായില്ല എന്ന് പറയുന്നു. അതിൽ വേണ്ട ക്രമീകരണങ്ങൾ വേണം. അവർക്ക് മുകളിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തേണ്ട സംവിധാനങ്ങൾ വേണം. ഇതൊന്നുമില്ലാന്ന് അവർ പറയുന്നത്. ഇവിടെ ഇതര സംസ്ഥാനക്കാരെ മാത്രമാണ് തൊഴിലിടങ്ങളിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരിക എന്നത് പറയുന്നു. ഒപ്പം ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഈ മുകൾ വശങ്ങളിൽ അവിടെയെല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ താഴെ കൂടി കടന്നു പോകും, താഴെ പോകുന്ന വാഹനങ്ങളുണ്ട്. നമുക്ക് പൂർണ്ണമായും ഈ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുകയുമില്ല. ഒരു ദേശീയപാതയാണ്. പക്ഷേ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒരു വശം ഉപയോഗിക്കാം, അങ്ങനെയാണ് പലയിടത്തും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ നിർമ്മാണം കഴിഞ്ഞ നാളുകളായി തുടങ്ങിയത് മുതൽ ഈ രീതിയിലുള്ളൊരു വലിയ അലംഭാവം, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉദാസീനത, അവർ ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അവർ തീർത്തും പുലർത്തി വരുന്ന അവരുടെ ഒരു നിസ്സംഗമായ ഒരു കാര്യങ്ങളോട് ഒന്നും ചെയ്യാതെ പോകുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വിഷയമാകുന്നത്. കാരണം
സ്വീകരിക്കേണ്ട നടപടികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഇവിടെ വന്നവരുടെ വാക്കുകളെല്ലാം തന്നെ ഏതാണ്ട് പരസ്പര വിരുദ്ധം തന്നെയാണ്. കാരണം ഇതെല്ലാം പരിശോധിക്കാം എന്നതെല്ലാം പറയുമ്പോൾ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കും തന്നെയില്ല. സംഭവിച്ചു എന്നത് അത് ഉറപ്പാണ്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇവിടെ വന്നു പോകുന്ന ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിനടിയിലൂടെ എങ്ങനെയാണ് വാഹനം കടത്തിവിട്ടത്? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുകളിൽ ഇത്ര 70 ടണ്ണോളം ഭാരമുള്ള ഗർഡറുകൾ കയറ്റിവെക്കുന്ന ഒരു ജോലി നടക്കുമ്പോൾ അതിനടിയിലൂടെ ഒരു വാഹനം കടന്നു അതിനടിയിലൂടെ ഗതാഗതം അനുവദിക്കുക, അതെങ്ങനെയാണ്? അത് തീർത്തും അത് ആരുടെ ഉദാസീനതയാണ്? അല്ലെങ്കിൽ ആരാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അത് ആവശ്യത്തിന് വെളിച്ചം പോലുമില്ലാത്ത ഒരിടമാണിത്. 2 ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ശരിയാണ്. 2 ലൈറ്റുകൾ മാത്രമാണ് 2 ഭാഗങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ വെട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ പണിയെല്ലാം തന്നെ എടുക്കുന്നത്. പുതിയ ആധുനിക യന്ത്ര സംവിധാനങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചു പോകുന്ന ഈ അപകടങ്ങളുണ്ട്. അത് ആരാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നതാണ്. ഈ ഗട്ടറുകൾ വീഴുമ്പോൾ അതിനടിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ അതിൽ ഒരാൾ മാത്രമായിരുന്നു അങ്ങനെ പോയിരുന്നത്. ഇതല്ല, തുടർച്ചയായി വാഹനങ്ങൾ പോകുന്ന ഒരു സമയമാണെങ്കിൽ എന്തായിരിക്കും അപകടത്തിന്റെ വ്യാപ്തി? ഒരു അപകടവും ചെറുതായി കാണുന്നില്ല. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ, അതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ രീതിയിൽ ഉദാസീനമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതല്ല. ഇതിന് കൃത്യമായ സുരക്ഷാ ഓഡിറ്റിംഗ് വേണ്ടതാണ്. കൃത്യമായി ആളുകൾ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. 42ഓളം ജീവനുകൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അത് പല കാരണങ്ങളാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുക. റോഡ് അപകടങ്ങൾ, പലപ്പോഴും ഡിവൈഡറിൽ മറ്റും ഇടിക്കുക, അതോടൊപ്പം തന്നെ കാനയിൽ നിർമ്മിക്കുക. ഇത് ആവശ്യമായ മുന്നറിയിപ്പുകൾ ഇവർ നൽകാറില്ല എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കണക്ക് ഇതാണ്. ഈ തൊഴിലാളികൾ തന്നെ മരണപ്പെട്ടിട്ടുള്ളതായിട്ട് പറയുന്നു. ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ സംഖ്യ ഏറുമെന്നുള്ള ആശങ്കയെല്ലാം തന്നെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണ്ടതാണ്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കം നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് അടക്കം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കർശനമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആളുകൾക്ക് ആശങ്കയുണ്ട്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണം. സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകണം. അത് തൊഴിലാളികളുടെ കാര്യത്തിലും അതും നടപ്പാക്കുകയും വേണം. അപ്പം ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് കൃത്യമായ ആളുകളെ നിയോഗിച്ചുകൊണ്ട്, ഡിവൈഡറുകൾ നൽകിക്കൊണ്ട്, കടന്നു പോകാവുന്ന ഇടങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് വേണം നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ല എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം എന്നത് തന്നെയാണ് ഇവിടെ നിന്നുള്ള ആശങ്ക. ശ്രീജ, ഡാനി, ഈ പ്രദേശത്ത് നമുക്കറിയാവുന്നതുപോലെ കുറേ നാളുകളായിട്ട് ഈ ജോലികൾ നടന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് തുടങ്ങിയതൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു സിസ്റ്റമൊക്കെ എപ്പോഴേ ഉണ്ടായി വരേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ നാട്ടുകാർ നമ്മളോട് പറയുന്നതനുസരിച്ച് അവരുടെ തൊഴിലാളികൾ ഉൾപ്പെടെ എത്രയോ പേർ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഡാനി തന്നെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യജീവന് പ്രത്യേകിച്ച് യാതൊരു വിലയും നൽകാത്ത വിധത്തിൽ ഈ പണികൾ ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷേ നേരത്തെ ഇപ്പോൾ ജില്ലാ കളക്ടറൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു മാർഷലുണ്ട്. ഈ പരാതികൾ, മുൻപ് ഉയർന്ന പരാതികളൊന്നും ഈ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിയുടെയോ മുന്നിലെത്തിയിട്ടില്ലേ? ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ ഉണ്ടായതറിയാം. ഇതിന് സമാനമായ രീതിയിൽ ഒരു ഗർഡർ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിൽ നടക്കാം, എപ്പോൾ വേണമെങ്കിൽ നടക്കാം. അത്രയേറെ ഭാരമുള്ള, ഏതാണ്ട് 1000കണക്കിന് കിലോ ഭാരമുള്ള ഒരു കോൺക്രീറ്റ് പാളിയാണ് ഈ വീഴുന്നത്. അത് ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ആയി എന്നല്ലേ പറയാൻ പറ്റൂ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഭാഗ്യം കൊണ്ട് ഇങ്ങനെയായി ഒരു ജീവൻ അതിനിടയിലും നഷ്ടപ്പെട്ടു. സങ്കടത്തോടെ അതും കൂടി ചേർത്ത് വെക്കണം. നമുക്ക് മുകളിൽ നമ്മൾ നിൽക്കുന്ന ഇതിന് മുകളിലെല്ലാം തന്നെ ഗർഡറുകളുണ്ട്. ആളുകൾ ഇവിടെ വന്നെന്ന് പറയുന്നത് ഇതിനടിയിൽ എങ്ങനെ ധൈര്യത്തോടെ നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചൊരു തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊരു സിസ്റ്റം ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും ഇത് തുടക്കം മുതൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സംവിധാനങ്ങൾ പൂർത്തിയാകുമ്പോൾ കൃത്യമായ ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഒരു വലിയ രീതിയിലൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം റോഡ് മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തുകൊണ്ടാണ് മുകളിൽ ഉയരപ്പാത വരുന്നത്. കൃത്യമായൊരു സംവിധാനം വേണം, ശാസ്ത്രീയമായൊരു സംവിധാനം വേണം, സൂചകങ്ങൾ വേണം, ഇത് ഏത് രീതിയിൽ കടന്നു പോകേണ്ടതാണ് എന്നുള്ള അടയാളങ്ങൾ വേണം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു സിസ്റ്റവും ഇല്ലായ്മയോട് ആളുകൾ പൊരുത്തപ്പെട്ട അവർ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ആളുകൾക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സൂക്ഷിച്ചു പോകണമെന്നുള്ളൊരു പൊതുബോധ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് ആളുകൾ കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഇതിലൂടെ ഈ ആലപ്പുഴ വഴി എല്ലാം തന്നെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തുറവൂർ ഭാഗത്തെല്ലാം തന്നെ എത്തുമ്പോൾ ഇത്
ഇത് വാഹനങ്ങൾ അവിടെയും ഇവിടെയെല്ലാം പോകുന്നു, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചു പോയാൽ അവനവന് കൊള്ളാമെന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ഒന്നുകിൽ ആവശ്യത്തിന് ഇത്തരം കാര്യങ്ങൾ വാഹനങ്ങൾ നിയന്ത്രിക്കുക, ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഇതിൽ ഏറ്റവും ഫലവത്തായിട്ട് വേണ്ടത്. കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് പോവുക. ഇവിടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പോലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത് ഗർഡർ ഇടിഞ്ഞു വീണു എന്ന ഒരു വാർത്തയിലേക്ക് എത്തിയാനേ, അതിനടിയിലേക്ക് ഒരാൾ പെട്ടുപോകുമായിരുന്നില്ല. നേരത്തെ കമ്പനിയുടെ പ്രതിനിധി പറഞ്ഞത് അത് തടഞ്ഞു നിർത്താൻ ആളുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആള് വേണ്ടല്ലോ, അവിടെ കൃത്യമായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഈ ഭാഗം നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് ഗർഡറുകൾ വെച്ചുകൊണ്ട് വാഹനം തിരിച്ചുവിട്ടാൽ മാത്രം മതി. അതിലൊരാളെ നിയോഗിച്ച് കടത്തിവിടാതിരിക്കാനുള്ള രീതിയിലുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകും ഒന്നും ചെയ്തു പോകാനായിട്ട് ആളുകൾ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായ രീതിയിലേക്ക് ഇടപെടുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഓരോ അപകടവും അടയാളപ്പെടുത്തുന്നതും ഈ സത്യം തന്നെയാണ്. കാരണം ഇതിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഉയരുന്ന ചോദ്യത്തിന് ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള കൈക്കൂലിയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു അഴിമതി കാര്യങ്ങൾ, ഇവരുടെ ഒരു സിസ്റ്റം ഇല്ലായ്മ ഈ രീതിയിലേക്ക് ആക്കി എടുക്കുന്നതിന് പലരെയും തന്നെ അവരുടെ ഒത്താശകൾ പല ഭാഗങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകുന്നത്. ഇത്രയും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഈ കമ്പനിക്കെതിരെ ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്ന് പൊതുജനമധ്യത്തിൽ നിന്ന് ചോദ്യമുയരുന്നുണ്ടായിരുന്നു. ആരും ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയില്ല. കാരണം അത് ഒരു ചോദ്യം തന്നെയാണ്. ഇത്രയും അധികം മരണങ്ങൾ ഉണ്ടാകുന്നു, കമ്പനിക്കെതിരെ തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്നു. ഉത്തരവാദിത്വം പറയേണ്ടവർ എവിടെയാണ് എന്നതെല്ലാം തന്നെ ഒരു ചോദ്യമാണ്. ഇതിനെ കൃത്യമായ മറുപടികൾ പറയാനായിട്ട് ഈ പൊതുമരാമത്ത് വകുപ്പ് അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് വേണം ഇതിന് തീർച്ച കൽപ്പിക്കേണ്ടത്. കാരണം ഇത് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിരിക്കുന്നു. ശരി ഡാനി, ഞാൻ മടങ്ങിയെത്താം. കൂടുതൽ ആ ഭാഗത്ത് ആളുകളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ പുലർത്തിപ്പോന്ന അനാസ്ഥ എന്താണെന്ന്. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ MK ഹരിദാസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഹരിദാസ്, ഈ നിർമ്മാണ കമ്പനിക്ക് അവരുടെ ജോലി പൂർത്തിയാക്കണം, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിനപ്പുറത്ത് അവിടെ എന്ത് സംഭവിച്ചാലും അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എന്നതാണോ ഇന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഒരാളെ വെച്ച് നിയന്ത്രിക്കാവുന്ന, അല്ലെങ്കിൽ ആളുകളെ നിർത്തി നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അതുവഴി ആളുകൾ കടന്നു പോകുന്നത്, വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതില്ലായിരുന്നു എന്നത് മാത്രമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം. അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് പിന്നത്തെ കാര്യമാണല്ലോ. നോക്കൂ, നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തന്നെ മറുപടി പറഞ്ഞാലേ ഇത് കൃത്യമാവുകയുള്ളൂ. എന്തൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ചെയ്യണമോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർക്ക് കൃത്യമായ വലിയ തുക കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വഴി മനുഷ്യജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം ഇത്തരം ഹൈവേ അതോറിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ ഇല്ലാതെ പോയതാണ് ഇത്തരം ദുരന്തങ്ങൾ. ഈ സംസ്ഥാനത്തെ ഈ 6 വരിപ്പാത നിർമ്മാണത്തിൽ 42 ജീവനുകൾ പൊലിയാനുള്ള പ്രധാന കാരണം വലിയൊരു കൈക്കൂലി ഈ നിർമ്മാണത്തിന്റെ പേരിൽ പലർക്കും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കെ തന്നെ ആരാണോ ഇതിന്റെയൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ നിർമ്മാണം നടത്തുന്നത് എന്ന് പരിശോധിക്കേണ്ടത്. അവർ അത് പരിശോധിക്കാതിരിക്കുകയാണ്. ഓരോ നിർമ്മാണ ടെൻഡറിലും നിർമ്മാണ തുകയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്ന തുകയുടെ 10% സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ട സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. അവിടെ കൃത്യമായിട്ട് ആളുകളെ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട സ്ഥലത്ത് ഗാർഡുകളെ നിർത്തിക്കൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. അത് ലൈറ്റ് സ്ഥാപിക്കേണ്ടിടത്ത് ലൈറ്റ് സ്ഥാപിക്കുക, ഡൈവർഷൻ ബോർഡുകൾ വെക്കുക. ഇതൊന്നും പാലിക്കാതെയാണ് ഈ 6 വരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോ ഒരു സെക്കൻഡുകൾക്ക് മുമ്പിൽ കടന്നുപോയ ആ KSRTC ബസ്സിന് മുകളിലാണ് ഈ ഗാർഡറുകൾ വീണത് എങ്കിൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എന്തായിരിക്കും? ഈ സമയം മാറിയിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന 6 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ ദുരന്തം ഉണ്ടായതെങ്കിൽ നമ്മൾ ഇന്ന് തോരാത്ത കണ്ണീരോടുകൂടി ഇത്തരത്തിലുള്ള ഒരു TV പരിപാടി നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ലേ? പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു കുടുംബം അനാഥമാക്കത്തക്ക തോതിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടി അവിടെ കാരണക്കാരായവരെ ശിക്ഷിക്കുമെന്നുള്ള നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടേതായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായാലും വാചകമടി കേവലം അടുത്ത അപകടത്തെ പറ്റി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ മാത്രം നിലനിൽക്കുന്ന ഒരു വാചക കസർത്ത് മാത്രമാണ്. 42 ജീവനുകൾ പൊലിയാനുള്ള കാരണത്തിന്റെ പേരിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ എന്ത് നടപടിയാണ് ഈ സംസ്ഥാന സർക്കാർ? ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ കഴിഞ്ഞത്. ഈയിടെ ഒരു ഫുഡ് ഡെലിവറിയുടെ ഒരു പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ
കൃത്യമായ ഒരു ഡൈവർഷൻ ബോർഡ് വെക്കാത്തതിന്റെ പേരിൽ ഒരു കുഴിയിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ചാനൽ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ആ സ്ത്രീ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നാളിതുവരെ ഒരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിട്ടില്ലെന്നാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ നിർമ്മാണം നടക്കുന്നത് ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള ക്രമീകരണങ്ങൾ പാലിച്ചിട്ടാണോ, ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടാണോ, ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള എഞ്ചിനീയറിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. നാഥനില്ല കളരി പോലെ ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു 6 വരിപ്പാതയുടെ നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാനത്തെ 42 or 50 ജീവനുകൾ പൊലിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ തന്നെ മറുപടി പറയണം. അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായി തന്നെ കാരണം. ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചിട്ടല്ല ഈ പണി നടക്കുന്നത്. ഈ റോഡിലൂടെയൊക്കെ കൃത്യമായിട്ട് ഈ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന എന്നെ പോലുള്ളവർ ആദ്യം ശ്രദ്ധിക്കുക അതാണ് ഒന്നും പാലിച്ചിട്ടില്ല. ഡൈവർഷൻ ബോർഡുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഏത് സമയത്തും ആരും ഏത് കുഴിയിലും പോയി ചാടാവുന്ന അവസ്ഥയാണുള്ളത്. സുരക്ഷാ പാളിച്ച, അവിടെ പണിയെടുക്കുന്നവർക്ക് പോലും കൃത്യമായി ഹെൽമറ്റ് ഉണ്ടോ, അവർ ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ഈ സബ് കോൺട്രാക്ട് സിസ്റ്റത്തിന്റെ പാളിച്ചയാണ്. ഇന്നിപ്പോ ഈ ഗാർഡറുകൾ സ്ഥാപിക്കുന്നിടത്ത് ഇതിന്റെ കോൺട്രാക്ട്, ആ ഭാഗത്തെ കൃത്യമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ കോൺട്രാക്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള ആരും ഉണ്ടാകില്ല, ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകില്ല. സബ് കോൺട്രാക്ട് 4 or 5 കൈകൾ മറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോലികൾ, നിർമ്മാണ ജോലികൾ കേരളത്തിലെ സർക്കാർ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ പ്രഥമ ഉദാഹരണമാണ്. ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സബ് കോൺട്രാക്ടർമാർ പാലിക്കുന്നുണ്ടോ നോക്കാനുള്ള സംവിധാനം പോലും നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ആശുപത്രിയിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഒന്ന് റോഡിലേക്ക് നടക്കാനിറങ്ങിയാൽ പേപ്പട്ടിയുടെയോ അല്ലെങ്കിൽ തെരുവ് പട്ടിയുടെയോ കടി കൊള്ളുന്ന അവസ്ഥ. റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന 40 അടി ഉയരത്തിൽ നിന്നും ഏകദേശം 25 ടൺ ഭാരമുള്ള ഒരു ഗർഡറുകളൊക്കെ താഴത്തേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ആ നിർമ്മാണത്തിലെ പാളിച്ചയെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് എഞ്ചിനീയറിംഗ് മെത്തേഡിലാണ് ഇവർ ഈ ക്രെയിനിൽ ഈ ഗാർഡറുകൾ അവിടെ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്? അവിടെ എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയുടെ? വല്ല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വർക്കുകൾ ഈ 586 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുന്നത്? പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇനിയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്ന അധികൃതരെ അങ്ങേയറ്റം നിങ്ങൾ ചെയ്യുന്നത് ഈ കേരളത്തിലെ നികുതിദായകരോടും പാവപ്പെട്ട ജനങ്ങളോടും കുടുംബങ്ങളെ അനാഥമാക്കത്തക്ക തോതിലുള്ള ഇത്തരത്തിൽ അപകടം വരുത്തി വെക്കുന്നവരോടും ചെയ്യുന്നത് അങ്ങേയറ്റം പാതകമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിങ്ങളുടെ മനസാക്ഷി ഉണർന്നുകൊണ്ടുള്ള പരിശോധനകൾ, മാൻഡേറ്ററി ആയിട്ടുള്ള പരിശോധനകൾ കൃത്യമായി നടക്കാത്ത പക്ഷം ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന ജീവനുകളുടെ എണ്ണത്തെ കുറിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട് കുട്ടി. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹരിദാസ്, ഇപ്പോൾ BJP നേതാവ് ശ്രീ N. ഹരി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ N. ഹരി, ഇതിപ്പോൾ താങ്കൾ സഞ്ചരിക്കുന്ന വാഹനമായാലും ഞാൻ സഞ്ചരിക്കുന്ന വാഹനമായാലും ഇതൊക്കെ ഈ അപകടത്തിൽ ഇതേപോലെ പെടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ആ വഴി വാഹനങ്ങൾ തടഞ്ഞിരുന്നില്ല. ഈ ഗർഡർ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല. ഇതൊക്കെ നിർബന്ധമായി ഇതിന് ചട്ടപ്രകാരം നടക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അത് ചെറിയ രീതിയിലുള്ള ഒരു ജോലിയല്ലല്ലോ, ഇത്രയും നാളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ അവിടെ പോയി അവിടെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് അവിടെ നടക്കുന്ന ശരികേടുകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒന്നും ശ്രദ്ധയിലേക്ക് ഇത് വരാതെ, ഇതിനൊരു നടപടി ഉണ്ടാകാതെ ഇത്രയും കാലം പോയത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. 75% പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി 25% കൂടി അവിടെ ആ ഭാഗത്ത് പണി പൂർത്തിയാകാനുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പണി നടക്കുന്നുണ്ട്. ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഇതിനെ നോക്കാനും പറയാനും ഒന്നും ആരും ഇല്ല എന്നതാണോ സ്ഥിതി? ഇത് സ്വാഭാവികമായും ഇത് ഏൽപ്പിച്ചിട്ടുള്ള കമ്പനിയും അതുപോലെ തന്നെ അതിന്റെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള കമ്പനിയും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തം പറയുന്നതിനപ്പുറം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഞാനത് വഴി നിരന്തരം ഇപ്പോൾ യാത്ര ചെയ്യുന്നയാളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്റെ വാഹനത്തിന്റെ ഒരു കല്ല് തെറിച്ച് മുകളിൽ പണി നടക്കുന്നിടത്തുന്ന ഒരു നിസ്സാരമാണെങ്കിൽ പോലും ഒരു ഗ്ലാസ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ നിസ്സാരം സാരമാവാൻ 1 മിനിറ്റ് പോലും വേണ്ട എന്നതാണ് നമ്മൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നത്. ആ പാവം മുട്ടയും കയറ്റി വന്ന വണ്ടിയുമായി ഹരിപ്പാട് എത്തുന്നതിന് തൊട്ടു മുന്നേ ആണല്ലോ ഇത് സംഭവിക്കുന്നത്.
അതെ 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 അത് ഇത് സംഭവം എന്ന് പറയുന്നത് ഇതിന് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് ഇതിന്റെ ചുമതലപ്പെട്ട ആളുകൾ, ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് എടുത്തിട്ട് കൃത്യമായ ഒരു നടപടി. ഒരു കാര്യത്തിലും ഇതിപ്പോ ഇന്നൊരു വാർത്ത വരുന്നു, ഈ വാർത്തയ്ക്ക് ശേഷം അതങ്ങ് അസ്തമിക്കുക. അതിനുശേഷം പറഞ്ഞ ഇത് ഒരു തരത്തിലും ഇതിന് നടപടി എന്നുള്ള ഇത് വലിയ വലിയ ഒരു കമ്പനികളായതുകൊണ്ടും ഇതിന് ചില ആളുകളായതുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. കൃത്യമായ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ ആളുകൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. യാതൊരു സംശയവും വേണ്ട, ഇതിന്റെ പിന്നിൽ വലിയൊരു അന്വേഷണം നടക്കണം. നിസ്സാരവൽക്കരിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ നിലയിൽ കേരള സമൂഹം ഉണരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഈ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെയും അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നത് ഈ നമുക്ക് എല്ലാവർക്കും സുഖകരമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡ് വേണം, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ സഞ്ചരിക്കുന്ന ആളുകളുടെ സുരക്ഷ മാത്രമല്ല ശ്രീ എൻ ഹരി, അവിടെ ജോലി എടുക്കുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിതിനിടയിൽ എത്രയോ പേർ പെട്ടു, എത്രയോ തവണ അപകടമുണ്ടായി എന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അല്ലല്ല, അതിനകത്ത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ട ഈ കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നലെ എന്താ കണ്ടത്? നമ്മുടെ ട്രിപ്പറിൽ മണ്ണ് കൊണ്ടുവന്ന് ട്രിപ്പറിൽ മണ്ണ് കൊണ്ടുവന്നത് ആരും കേരളത്തിൽ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. മണ്ണടിച്ച സമയത്ത് ആ മണ്ണിനടിയിൽപ്പെട്ട് ഇന്നലെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ സ്വാഭാവികമായും പറയുന്ന അത്തരം പ്രവർത്തികൾ ഇവിടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഈ പറയുന്ന ആ സംവിധാനങ്ങൾക്കെതിരെ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സംവിധാനം നോക്കേണ്ടതും ഒരു ഉത്തരവാദിത്വം ഇപ്പൊ എല്ലാത്തിന്റെയും റീലിട്ട് സംവിധാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മന്ത്രി അടക്കമുള്ള ആളുകളും ഇതിന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടപടിയെടുത്തുന്നുള്ള അദ്ദേഹം പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ശ്രീ എൻ ഹരി, ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന ജോലിയാണല്ലോ ഇത്. ശരിയാണ്, ക്രെഡിറ്റുകൾ സംബന്ധിച്ചൊക്കെ എപ്പോഴും ഇത്തരം തർക്കങ്ങളും റീലുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ ജോലി നടത്തുന്നത് NHAI ആണെന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല, അങ്ങേക്കും സംശയം ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അവരുടെ ഉത്തരവാദിത്വം നമ്മൾ ഈ സബ് കോൺട്രാക്ടർ 3 or 4 കൈമറിഞ്ഞായിരിക്കും ഒരു സബ് കോൺട്രാക്ടർ ഇപ്പൊ അവിടെയുള്ള സബ് കോൺട്രാക്ടറിൽ എത്തിയിട്ടുണ്ടാവുക. അവരെയൊക്കെ നമുക്ക് ഉത്തരവാദിത്വം പറയാമെങ്കിലും ആ സിസ്റ്റത്തിന്റെ അങ്ങേ അറ്റത്തുള്ളത് NHAI ആണ്. ദേശീയപാത അതോറിറ്റി തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? എനിക്കതിൽ അത്ഭുതമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി എന്നുള്ള നിലയിലുള്ള സ്ഥലങ്ങളിലെ കേരളത്തിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അതിന് വ്യക്തമായ പങ്കുണ്ട്. സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ട്രാൻസ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ട്രാഫിക് പോലീസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമുണ്ട്. അതൊന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഞാൻ ആരെയും ന്യായീകരിച്ചോ വെള്ളപൂശിയോ അല്ല പറഞ്ഞത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്, അതിന് നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് കൃത്യമായ നടപടി എടുക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ ആദ്യം തന്നെ താങ്കളോട് സംസാരിച്ചത്. അതെ, പക്ഷെ അവസാനം എത്തുമ്പോൾ അത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ മാത്രം നമുക്ക് ഏത് പ്രശ്നമായാലും ശ്രീ ഹരി, ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അതൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കണം. ആ പ്രശ്നമുണ്ടെന്ന് അങ്ങ് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ പ്രശ്നത്തിന് ഉത്തരവാദി ആരാണ്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ആ ചോദ്യത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിലുള്ളവർ രക്ഷപ്പെട്ടു പോകും. താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വ്യക്തമാണ്. ഒന്ന്, നാഷണൽ ഹൈവേയുടെ ആണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ നടപടി നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്നാണ് ഇനി ഇത് മുഴുവൻ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ആ സംഭവത്തിനെതിരെ അന്വേഷണം നടത്തി കൃത്യമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേയുടെ മേൽ ചാരുമ്പോ അല്ലെങ്കിൽ അത് ആരുടെ മേലിലേക്കാണോ കൊണ്ടിരുന്നതെങ്കിൽ ബാക്കിയുള്ള അതിന്റെ ഇവിടെ നടന്നിട്ടുള്ള നാഷണൽ ഹൈവേയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം എന്തുകൊണ്ട്, അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യമായി ഞാൻ മുമ്പേ ഉന്നയിച്ചത്. അപ്പൊ എല്ലാ തരത്തിലും സെക്യൂരിറ്റി അടക്കം പോലീസ് അടക്കം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ സെക്യുലറിസം എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിക്കുക. അപ്പൊ അവർക്കും അതിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിനനുസരിച്ച് വേണം എല്ലാവരും പെരുമാറാൻ എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, വളരെ നന്ദി ശ്രീ എൻ ഹരി. ശ്രീ MK ഹരിദാസ്, പ്രശ്നം പ്രധാനമായും ഉടലെടുക്കുന്നത് ഇവിടെയാണ്. അതായത് ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക്, ഉത്തരവാദിത്വം ആർക്ക്? ക്രെഡിറ്റ് എടുക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, പക്ഷേ ഉത്തരവാദിത്വത്തിന്റെ കാര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുകയാണ് എപ്പോഴും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വാഭാവികമായി സംഭവിക്കാറ്. അതിനിടയിൽ
ഉണ്ടാവുക ഇത്തരം സുരക്ഷാ വീഴ്ചകളാണ്. മനുഷ്യജീവന് നിസ്സാരമായി കണ്ടുകൊണ്ടുള്ള വലിയ വീഴ്ചകൾ ഉണ്ടാവുക എന്നതാണ് ഇതിന്റെ ഫലമായിട്ടുണ്ടാവുക. അത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. നോക്കൂ, നമ്മുടെ മൊത്തത്തിൽ ഏത് കാര്യത്തിലായാലും, സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിലായാലും, തെരുവ് പട്ടി പ്രശ്നങ്ങളായാലും, മറ്റേത് പ്രശ്നങ്ങളായാലും, ഈ ഹൈവേ നിർമ്മാണമായാലും, സിസ്റ്റം ഫെയിലിയറുമായിട്ട് ജനങ്ങൾ പൊരുത്തപ്പെടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുവെങ്കിൽ അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ പുലർത്തി വരുന്ന നമ്മളൊരു ആചാരം പോലെ കൊണ്ടു നടക്കുകയല്ല വേണ്ടത്. അത് തിരുത്തപ്പെടണം. സിസ്റ്റവുമായിട്ട് ജനങ്ങൾ പൊരുത്തപ്പെടണം. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇത്തരത്തിലുള്ള ദേശീയപാത അതോറിറ്റി പോലുള്ള ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു അതോറിറ്റിയുടെയും നിലപാട് അതാണെങ്കിൽ അത് മാറ്റപ്പെടേണ്ട സമയം അങ്ങേയറ്റം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നാളൊരു ഇതുമാതിരി തന്നെ ഇപ്പൊ ഈ ഹരിമാതിരി ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറ്റൊരു ദേശീയ നേതാവ് പറയുന്നത് കേട്ടു. ഇത്തരത്തിലുള്ള ഹൈവേയിൽ നടക്കുന്ന ഇത്തരത്തിൽ നാഷണൽ ഹൈവേ വർക്ക് നടക്കുന്നിടത്തൊക്കെ കുറെ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഉത്തരവാദിത്തം പറയാൻ കേന്ദ്ര സർക്കാരിനാവില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് മറുപടി പറയേണ്ടത്. ആ പൊരുത്തക്കേട് പിടിച്ചൊരു മറുപടി നമ്മൾക്ക് ദഹിക്കുന്നില്ല. കേന്ദ്ര സർക്കാരാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന മേഖലകളിൽ കൃത്യമായ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ നോക്കാൻ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഓരോ കിലോമീറ്ററിലും ഒരാൾ വീതമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടം നടക്കില്ല. ഇത്തരത്തിൽ 42 പേര് കേരളത്തിൽ മരിക്കുകയില്ല. കേരളത്തിന്റെ മൊത്തത്തിലുള്ള 548 അല്ലെങ്കിൽ 580 കിലോമീറ്റർ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള 42 അപകടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണ്. എഴുതി വെക്കപ്പെട്ട ഒരു നിയമം ഒരുപക്ഷെ ഇല്ലായിരിക്കാം. നാഷണൽ ഹൈവേ ജോലികൾ നടത്തുന്നിടത്ത് സംസ്ഥാന സർക്കാരിന്റെ PWD ഡിപ്പാർട്ട്മെന്റിന് കാര്യമായിട്ടൊന്നും ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കപ്പെട്ട ഒരു നിയമം അല്ലെങ്കിൽ പോലും ഇവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ നോക്കാനുള്ള നമ്മൾ പറയില്ലേ ഒരു മനസ്സാക്ഷി ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ വേണം. അല്ലാതെ അത് റീലിട്ടുകൊണ്ട് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഈ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്, ഈ സർക്കാരില്ലായിരുന്നുവെങ്കിൽ ഈ 60 പാത വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റീലിടാൻ കാണിക്കുന്ന ഉത്സാഹത്തിന്റെ 10% ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്നത് ശാസ്ത്രീയമായിട്ടാണോ, നിർമ്മാണോപകരണങ്ങളും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും കൃത്യമായിട്ടാണോ, എത്ര സ്ഥലത്ത് ഇവിടെ നാഷണൽ ഹൈവേ ഇടിഞ്ഞു താന്നു, എത്ര സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ പാർശ്വഭിത്തികൾ തകർന്നു വീണുകൊണ്ട് അപകടങ്ങൾ ഉണ്ടായി. അപ്പൊ ഇതൊന്നും നോക്കാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കാണിക്കുന്ന വെമ്പലിന്റെ 1% ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം, ജനങ്ങൾക്കുണ്ടാകുന്ന ജീവന്റെ നഷ്ടം എത്രയാണെന്ന് വിലയിരുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ അങ്ങേയറ്റം പരിതാപകരമായ ഒരു കാര്യമാണെന്നിരിക്കെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കാണിക്കുന്ന ഈ അലംഭാവത്തിന് കേന്ദ്ര സർക്കാരാണ് മറുപടി പറയേണ്ടത്. കാരണം ആർക്കോ വേണ്ടിയിട്ട് ഒരു ഹൈവേ നിർമ്മിച്ച് ഞങ്ങൾ കൈമാറി എന്നുള്ള ക്രെഡിറ്റ് നാളെ എടുത്തുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് തട്ടാനുള്ള ഒരു വിദ്യയായിട്ട് മാത്രം ഇതിനെ കാണരുത്. ഈ ഹൈവേ നിർമ്മാണം നടക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ കൃത്യമായിട്ട്, ജനങ്ങൾക്ക് അപകടം പറ്റുന്നില്ല. അവിടെ നിർമ്മാണം നടത്തുന്ന സമയത്ത് നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടുള്ള തൊഴിലാളികളുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇന്ന് ഇപ്പൊ ഈ അപകടം കൃത്യമായിട്ട് ഇത്തരത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന സ്ഥലത്ത് റെഡ്, ഗ്രീൻ തുടങ്ങിയ ലൈറ്റുകൾ പിടിച്ചുകൊണ്ട് റിഫ്ലക്സ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് ആളുകളെ നിർത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ജില്ലാ കളക്ടർ അടക്കം കൈമലർത്തുകയാണ്. നമുക്കൊരു ജില്ലാ കളക്ടർ എല്ലാ കാര്യത്തിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ജില്ലയിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അധ്യക്ഷനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ജില്ലാ കളക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ജില്ലാ കളക്ടർക്ക് ചെയ്യാൻ പലതും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ PWDയോടൊക്കെ കൽപ്പിക്കാൻ, കാരണം അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു സർക്കാരിന്റെ സംവിധാനത്തിലെ ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്യേണ്ട പ്രാഥമിക കടമ പോലും ഈ ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള സംഗതിയാണ്. ഇനി 25% ജോലികൾ കൂടിയേ ബാക്കി കഴിയാനുള്ളൂ എന്ന് പറയുമ്പോൾ ആ 25% ജോലികളിൽ അവിടുത്തെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അതിലൂടെ സഞ്ചരിക്കുന്നവർക്കും അതിലൂടെ കാൽനട യാത്രക്കാർക്കും അപകടം പറ്റാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോ സംയുക്തമായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് പറയാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ MK ഹരിദാസ് ദയവായി തുടരണം. ഡാനിയിലേക്കും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ എം കെ ഹരിദാസും ഒപ്പം ഡാനി പോളും തുടരുന്നുണ്ട്. ഡാനി, ഇന്ന് രാവിലെ നമ്മൾ അവിടെ ചെന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ മുതൽ എല്ലാവർക്കും പറയാനുള്ളത് ഇത്രയും കാലമായി അവിടെ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു അനാസ്ഥയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇവരുടെ പരാതികൾക്ക് ഒരിക്കലും ചെവി കൊടുക്കാത്ത അധികൃതരുടെ മനോഭാവത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രിയിലും ഇത് തന്നെയൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഈ അപകടം നടക്കുന്ന ഈ സമയമൊക്കെ അവിടെ പ്രവൃത്തികൾ നടക്കുകയായിരുന്നല്ലോ. അവിടെ സുരക്ഷയ്ക്ക് ആളുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായ സംവിധാനങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? ശ്രീജ, നാട്ടുകാർ തുടക്കം മുതൽ തന്നെ ഇവിടെ വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പരിശോധനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളാണ്, പരിസരത്തുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് സാധാരണ ഇവിടെ സാധാരണഗതിയിൽ എങ്ങനെയാണ്? ഇവിടുത്തെ വളരെ മോശമാണ്. കാരണം നമ്മളൊക്കെ കുറെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ ഈ റോഡ് വന്നതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ട് ഇവിടെ കിടന്നുണ്ട്. കാരണം എന്തെല്ലാം ദുരിതങ്ങളും നാശങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ വലിയ രീതിയിൽ സുരക്ഷിത ഇവിടെ ഉണ്ടെങ്കിൽ ഈ സംഭവമൊന്നും ഉണ്ടാവില്ലല്ലോ. സുരക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. കാരണം ഈ വണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നുമില്ല ബ്ലോക്ക് ചെയ്യുക, അതൊന്നും ഇല്ലാതെ സാധനം കയറ്റുക, എന്നിട്ട് അതിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുക, ഇതൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇവിടെ. കാര്യമായിട്ടുള്ള ഇടപാടുകളൊന്നും ഇവിടെ നടക്കാറില്ല. നമ്മൾ രാവിലെ മുതൽ വരുമ്പോഴുള്ള ആളുകളുടെ ഒരു പ്രതികരണങ്ങളെല്ലാം ഈ രീതിയിലുള്ളതാണ്. പരിസരത്തുള്ളതാണോ ഇവിടെ പൊതുവിൽ രാവിലെ മുതൽ കേൾക്കുന്നത്? വലിയ രീതിയിലുള്ളൊരു സുരക്ഷയോ അല്ലെങ്കിൽ ഒരു ഗതാഗതം നിയന്ത്രിക്കുക അതൊന്നും ഉണ്ടാകാറില്ല. ഗതാഗതം നിയന്ത്രിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ വൺ സൈഡാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. കാരണം ട്രെയിൻ ഒരു സൈഡ് കിടക്കുന്ന കാരണം ഒരു സൈഡിൽ കൂടിയാണ് ട്രാഫിക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പൊക്കി വെച്ച് ഒരു സൈഡ് വെച്ചിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് സംഭവിച്ച മിക്കവാറും ജാക്കിയിൽ പൊക്കുമ്പോൾ സ്ലിപ്പായതായിരിക്കും, അല്ലാതെ ഇത് മാഞ്ഞു വീഴാൻ സാധ്യതയില്ല. കാരണം ഇതിന്റെ ബോട്ടം വീതി കൂടുതലാണ്, അതുപോലെ തന്നെ വെയിറ്റും കൂടുതലാണ്. ഇതങ്ങനെ സംഭവിച്ചല്ലോ, ഇത് ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇത് സംഭവിച്ചേക്കുന്നത്. താഴെ വാഹനം ഉണ്ടായി, ഇത് ബ്ലോക്ക് ചെയ്യാറില്ല. ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഈ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, സെന്ററിലൊരു ഇത് കൊടുക്കും, 2 ജോയിന്റ് ക്രോസ് ആയിട്ട് കൊടുക്കും. ഇതിനൊന്നും അത് കൊടുത്തിട്ടില്ല. ഇതിനെല്ലാം സെന്ററിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ 2 ക്രോസ് ആയിട്ട് ഇങ്ങനെ 2 ബീം തമ്മിൽ ഒരു ബീമിന്റെ ടോപ്പും ഒരു ബീമിന്റെ ബോട്ടം ആയിട്ട് കൊടുക്കും. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ആദ്യം വെച്ച ഒരു ഇതിന് മാത്രം ചെയ്തു, അത് കഴിഞ്ഞ് ഒന്നിനും ചെയ്തിട്ടില്ല. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഗൗതം വെച്ച 2 സ്പാൻ ഇവിടെ ഉണ്ട്, ആ 2 ഇത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്ത് പറയാ, ഇനി ഇത് ആവർത്തിക്കാതെ മതി. സുരക്ഷ ശക്തമാക്കണം, അതേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കാം. ഇതിനടിയിൽ കൂടി പോകുമ്പോൾ പോലും ആളുകൾക്ക് ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇപ്പൊ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഭയക്കേണ്ട ഒരു ആവശ്യ സാഹചര്യം വന്നേക്കണം. അപ്പൊ ഒരു കോൺട്രാക്ടർ വേണ്ട രീതിയിൽ സുരക്ഷാ നടപടികൾ ക്രമീകരിക്കുക എന്നുള്ളത്. അല്ല, ഞാനിത് അറിഞ്ഞു വന്നാണ്. ഇവിടെ സഞ്ചരിക്കാണ്, വീട് അപ്പുറത്തൊക്കെ അടുത്ത് തന്നെയാണ്. തോന്നിയിരിക്കുന്നത് പറഞ്ഞാൽ വൺ സൈഡാണല്ലോ ഇപ്പോൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർക്കും നടക്കണം, വാഹനങ്ങൾക്കും പോകണം. ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുള്ള സമയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള റോഡാണിത്. ഇവിടെ അരൂരും തുറവൂരും തമ്മിൽ ഇതിന്റെ ഇടവഴിയാണ്. മറിക്കൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോകുന്ന സൗകര്യമുണ്ട്. ഇവിടെ ഒറ്റ വഴിക്കേ പോകാൻ പറ്റുള്ളൂ. അത് കാരണം തിരക്കാണ് രാവിലെ എല്ലാ വണ്ടിയും. അവർ കഴിയാവുന്നതും അവർ ബ്ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതിന്റെ മുമ്പിലായിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നെന്നാണ് അറിയണത്. ദൈവാധീനം കൊണ്ട് അതും സംഭവിച്ചില്ല. എല്ലാം മരണം നമുക്ക് ഒരുപോലെയാണ്, എങ്കിലും അതൊരു വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ വന്നിട്ട് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണ് ഇവിടെയുള്ളതാണോ? എങ്ങനെ ഇതിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ എന്താവും? എന്റെ പൊന്നേട്ട് അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഞാനൊരു ബൈക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അതുപോലെ നിരവധി ബൈക്കുണ്ട്. ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ ബൈക്കിന് വരുന്ന നാശനഷ്ടങ്ങൾ ആര് ഉത്തരവാദിത്വം തരും? ആര് സമാധാനം പറയും? ആര് അതിനകത്ത് നഷ്ടപരിഹാരം തരും? ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തിനാ ഇൻഷുറൻസും റോഡ് ടാക്സൊക്കെ കിടക്കുന്നത്? സുരക്ഷിതമായ വാഹനം കൊണ്ടുപോകാനാണല്ലോ. ഏതെങ്കിലും ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അതിന് മുന്നേ ഒരു സൂപ്പർ ഫാസ്റ്റ് പോയെന്ന് പറഞ്ഞു, 45 ബസ് യാത്രക്കാരോട് പോയെന്ന് പറഞ്ഞു. ആ ബസ്സാണ് ഇതിന്റെ അടിയിൽപ്പെട്ടിരുന്നെങ്കിൽ അതിന് മുന്നേ ഇവിടെ ചമ്മനാട് ഒരു ദുരന്തം നടന്നിട്ടുള്ളതാണ് വർഷങ്ങൾക്ക്.
ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ സെയിം ഒരു പാറ്റേണിൽ തന്നെ 2025 ഒരു ദുരന്തമായി മാറില്ലായിരുന്നു. ഇവിടെ ഈ വാഹനങ്ങൾ തിരിച്ചുവിടുക അല്ലെങ്കിൽ തിരിച്ചുവിടുക അപ്പുറത്തൊരു റോഡ് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ ആളുകൾ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂ വീലറുകാർ നമ്മുടെ ഇടയിൽ കൂടിയൊക്കെ കയറിക്കൊണ്ട് വന്നു. ഒരു ഹിന്ദിക്കാരാണ്ട് ചീത്തയും പറഞ്ഞു കൊടുത്തുകൊണ്ട് പോയാൽ പ്രശ്നം തീർന്നു. അപ്പുറത്തൊരു റോഡുണ്ട്, ആ റോഡ് ഇതിലും വലിയ കഷ്ടം. ഇതിനുവേണ്ടി പണിതല്ലേ? അപ്പൊ ഞാനിപ്പോ ഇതിന്റെ സൂപ്രസന്റ് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് അത് റോഡ് ടാർ ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഇവര് സ്റ്റാർട്ടിങ്ങിലേ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ ടാറിങ് ഇപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ഇതെന്താ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിത ഉണ്ടെന്നാ പറയണം? ഒരു സുരക്ഷിതമില്ല. സംഭവിച്ചു മരണം സംഭവിച്ചാൽ അവർ ഒരു 10-20 ലക്ഷം രൂപ അവർ കൊടുക്കും, തീരുന്ന ഇടപാട്. ഇത് തന്നെയാണ് കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും എല്ലാം തന്നെയും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു നഷ്ടം, ആ കുടുംബത്തിനുണ്ടായ സങ്കടങ്ങൾ അതൊന്നും പരിഹരിക്കപ്പെടാവുന്നതല്ല. ഇനിയിപ്പോൾ ഈ ഗർഡറുകൾ മാറ്റി വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകും, വീണ്ടും പഴയതുപോലെ തന്നെയാവും വാഹനങ്ങൾ ഇതിലേക്ക് തന്നെ ഓടിപ്പോകുന്നു. പക്ഷെ അതിനിടയിൽ ഒരു കുടുംബനാഥൻ ഒരാൾ ഇല്ലാതായിരിക്കുന്നു എന്നൊരു സങ്കടം ബാക്കി നിൽക്കും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൃത്യമായ ഒരു അലംഭാവം തന്നെയാണുള്ളത്. ഈ നാട്ടുകാരെല്ലാം പറയുന്നത് പോലെ തന്നെ ഇത് സൂക്ഷിക്കേണ്ടവർ സൂക്ഷിച്ചില്ല എന്ന് തന്നെയാണ്. ഇതിലെ വാഹനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലുള്ള ഭാരം 70 ടണ്ണോളം വരുന്ന ഗർഡറുകൾ 1-2 താഴെ കിടക്കുന്നത്. ഇത് കയറ്റി വെക്കുമ്പോൾ ഇതിന് അടിയിലൂടെ വാഹനം കടന്നുപോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതാരാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആരുടെ അനാസ്ഥയാണ് എന്നത്. ഇതിനപ്പുറം വേറൊന്നും വേണ്ടല്ലോ. ശ്രീജ. അതെ, തീർച്ചയായിട്ടും അതെ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ MK ഹരിദാസ്, ഒരു KSRTC ബസ് അതിന് തൊട്ടു മുൻപ് ആ വഴി കടന്നുപോയി, സൂപ്പർഫാസ്റ്റ് ബസ് ആ വഴി കടന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതായിരിക്കാം. ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമാണെങ്കിൽ പോലും അവിടെയും എൻ്റെ ഒരു സംശയം, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ അതിനിടയിൽ കൂടെ വാഹനങ്ങൾ കയറ്റി പോകുക, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ അവിടെ നിന്ന് ഈ രാത്രി പണിയെടുക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാതിരിക്കുക, ഇതൊക്കെ നമ്മളും സ്ഥിരം കാണാറുള്ള കാഴ്ചകളാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഈ ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ പരാതി പറയുന്നതിനപ്പുറത്ത് ഒരുപക്ഷെ ഒരു സബ് കോൺട്രാക്റ്റുകാരനോട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടായി എന്ന് വരില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് ഇത് കേരളം മുഴുവൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പല ഭാഗങ്ങളിലായി ഈ ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കേണ്ടത്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ ഇത് സ്റ്റേറ്റ് ആണോ ചെയ്യേണ്ടത്, NHAI ആണോ ചെയ്യേണ്ടത്? ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വം ഓരോരുത്തരും നിർവഹിച്ചാൽ മതിയാവും. നോക്കൂ, ഈ അരൂർ ചേർത്തല ഈ ഉയരപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിനോട് പരാതിയൊന്നും അയച്ചിട്ടില്ല ഞാൻ. കാരണം ഞാൻ അത് കൂടിയുള്ള യാത്ര വളരെ കുറവാണ്. പക്ഷെ എറണാകുളം മുതൽ ഗുരുവായൂർ വരെയുള്ള പാതയിലൂടെ എനിക്ക് മാസത്തിൽ 2-3 പ്രാവശ്യം പോകേണ്ടതുള്ളത് കൊണ്ടും അവിടെ കാണുന്ന അനാസ്ഥയ്ക്കും എതിരായിട്ട് ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന ദേശീയപാത അതോറിറ്റിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല, ടെൻഡർ മാനദണ്ഡങ്ങളിൽ സുരക്ഷയ്ക്കായി നീക്കി വെക്കേണ്ട പൈസ ചെലവാക്കിക്കൊണ്ട് വെക്കേണ്ടതായിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2-3 പരാതികൾ അയച്ചിട്ടുണ്ട്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാർഡ് വരും, താങ്കളുടെ പരാതി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, വേണ്ട നടപടികൾ എടുക്കാമെന്നല്ലാതെ വീണ്ടും നമ്മൾ അതേ ദേശീയപാതയിലൂടെ ആ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അതിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇതുവരേക്ക് കണ്ടതായിട്ടില്ല. ഞാൻ ഈ പ്രത്യേകിച്ച് പറയാണ്, അരൂർ ചേർത്തല ഉയരപ്പാതയുടെ കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരായ 2-3 പേർ ഈ ആലപ്പുഴ ജില്ലയിലുള്ളവർ അവിടെ നടന്ന 1-2 അപകടങ്ങളെ തുടർന്ന് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ അയച്ചിട്ടുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരാതികളുടെ ജനങ്ങൾ ഈ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ പേരിൽ ജനങ്ങൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ സർക്കാരിനെ അറിയിക്കാത്തത് കൊണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിക്കാത്തത് കൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള അപകടം നടക്കുന്നത്. ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തതിന്റെ പേരിലാണെന്നുള്ള ഒരു നഗ്ന സത്യം ഇവിടെ വേർതിരിവ് എവിടെ വെച്ചാൽ, അതായത് ഇപ്പൊ നമ്മൾ ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, റീലിന്റെ കാര്യം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോ ഒരു നിർമ്മാണ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്തായാലും NHAIയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കൽ, അല്ലെങ്കിൽ പശ്ചാത്തലമായി ഇപ്പോൾ നേരത്തെ ആ ആള് സംസാരിച്ചപ്പോൾ അങ്ങും കേട്ട് കാണും, അത് ഇത് ഒരു പകരം കടന്നു പോകേണ്ട വഴി ഇപ്പോൾ 75% ജോലി പൂർത്തിയാവാറായപ്പോഴും അവിടുത്തെ ടാറിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ചെളിമണ്ണിൽ കൂടെ പോകേണ്ടതെന്ന് കരുതി ഈ വഴി തന്നെ എടുത്തു പോകുന്നുണ്ടാവും ആളുകൾ.
അപ്പോൾ ഇതെവിടെയാണ് ഈ വേർതിരിവ് വരേണ്ടത്? സംസ്ഥാനം ചെയ്യേണ്ടത് ഇത്ര, അല്ലെങ്കിൽ NHAI ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ, ആ വേർതിരിവ് എവിടെയാണ്? നോക്കൂ, ഇവിടെയാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ദേശീയപാത നിർമ്മാണവുമായിട്ട് ആ മലപ്പുറം ജില്ലയിലെ ഈ റോഡ് ഇടിഞ്ഞു താന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില് കേരളത്തിലെ ഒരു ഭരണകക്ഷി നേതാവ് എന്നോട് ചോദിച്ചത്, എഴുതി വെക്കപ്പെട്ട ഒരു നിയമമുണ്ടോ ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ എങ്ങനെ വേണമെന്ന്? എഴുതി വെക്കപ്പെട്ട ഒരു നിയമമില്ല. എഴുതി വെക്കപ്പെട്ട ഒരു നിയമം ഉണ്ടായിരിക്കില്ല. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാനത് പരിശോധിച്ചിട്ടില്ല. പക്ഷെ ഇല്ലാത്തിടത്തോളം കാലം സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. പക്ഷെ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറയാൻ എവിടെയും ഒന്നും എഴുതി വെച്ചിട്ടല്ല. ഈ സംസ്ഥാന സർക്കാർ റീലുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ട് 6 കിലോമീറ്റർ നടന്നുകൊണ്ട് നിർമ്മാണം പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റീല് തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടും ഒരു നിയമം എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ക്രെഡിറ്റ് ഇല്ലാത്ത ഇത്തരം ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ളതും സംസ്ഥാന സർക്കാർ പാലിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. കാരണം എനിക്കിപ്പോ ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു പൊതുജനം, നമുക്കൊരു നികുതിദായകനെ ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അധികാരപ്പെട്ടവർക്ക്, മന്ത്രിക്ക്, ചീഫ് എഞ്ചിനീയർക്ക്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊക്കെ ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. കാരണം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലത്തെ കാൽനട യാത്രക്കാര്, ഇരുചക്ര വാഹനക്കാര്, 4 ചക്ര വാഹനക്കാര്, വലിയ ട്രക്ക് ഡ്രൈവർമാരൊക്കെ അങ്ങേയറ്റം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ദിനങ്ങൾ കടന്നു പോകുന്നത്. ഇതെങ്ങനെയെങ്കിലും പൂർത്തിയായി കിട്ടേണ്ടത് ജനങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന നിലയ്ക്ക് അവരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടേ നമ്മൾക്ക് ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ അവരുടെ ജീവനെ നമ്മൾ സുരക്ഷ നൽകേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഇത്തരത്തിൽ കാര്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ദേശീയപാത അതോറിറ്റിയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു കർമ്മസമിതി ഉണ്ടാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഈ നിർമ്മാണ സ്ഥലങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇതൊരു മേജർ വർക്കാണ്. 70 ടൺ ഭാരമുള്ള ഒരു ഗർഡർ ക്രെയിനിൽ പൊക്കിയിട്ട് അതിന്റെ ഉയരപ്പാതിന് മുകളിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ 40 അടി ഉയരം. 40 അടി ഉയരത്തിൽ നിന്ന് ഒരു തേങ്ങ ഒരാളുടെ തലയിൽ വീണാൽ ആ ആൾക്ക് മരിക്കാവുന്ന നിലയിലുള്ള പരിക്ക് പറ്റുമെന്നിരിക്കെ ഇതിന്റെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് സമാധാനിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. മരിച്ചുപോയ ജീവൻ അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. പക്ഷെ അവിടെ ഒരു ബസ്സോ സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളോ ഒന്നും പെടാതെ ഇത്തരത്തിലൊരു അപകടം നടന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സമാധാനിക്കുമ്പോൾ തന്നെ ഇന്ന് മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബം അനാഥമായതോർത്തിട്ട് അങ്ങേയറ്റം നമുക്ക് വിഷമമുണ്ട്. പക്ഷെ ഇതിൽ അധികൃതരൊരുക്കുന്ന മുതലക്കണ്ണീർ ജനങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഈ 42 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം, സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ അതിന് മുൻകൈയും എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ പരാജയങ്ങൾ ഓരോന്നായിട്ട് എടുത്തു കാട്ടുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ MK ഹരിദാസ് എത്ര വിശദമായി കാര്യത്തിൽ സംസാരിച്ചതിന്. വളരെ നിർഭാഗ്യകരം ആണ് ഇന്ന് രാവിലെ പുലർച്ചെ ഉണ്ടായ അപകടം. ഗർഡർ നിർമ്മാണത്തിലിരിക്കെ ഇടിഞ്ഞു വീണാണ് അതിനടിയിൽപ്പെട്ട പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം. PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ അതൃപ്തി പരസ്യമാക്കിയും CPIയെ രൂക്ഷമായി വിമർശിച്ചും മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ അടഞ്ഞ അധ്യായമല്ല, പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം കേന്ദ്രമന്ത്രിയെ നേരിട്ടറിയിച്ചു. SSK ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലെന്നും അത് ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ല, ആരുടെയും ഇടപെടൽ കൊണ്ടുമല്ല പിന്മാറ്റം. കേന്ദ്ര ഫണ്ട് അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. RSS നയം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം വ്യക്തമാക്കിയതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഈ ഫണ്ടിനായി ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ കടമയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ്. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു.
വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷതയും പുരോഗമന സ്വഭാവവും കാത്തുസൂക്ഷിക്കുക എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അടിയുറച്ച നിലപാടാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു പദ്ധതിയെ ആശ്രയിച്ചല്ല മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ നയമാണ്. ഈ നയം ശക്തിപ്പെടുത്തുവാൻ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും നേടാൻ നമ്മൾ ഇനിയും ശ്രമിക്കും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, വ്യക്തമാണ് സമ്മർദ്ദം കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ പ്രത്യാഘാതം എന്തായാലും അത് ഒറ്റയ്ക്ക് നേരിടാൻ താനില്ല എന്നത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? രണ്ട് കാര്യമാണ്. ഒന്ന്, PMC എന്നത് CPM-ന് മുന്നിൽ സംസ്ഥാന സർക്കാരിന് അടഞ്ഞ അധ്യായമല്ല. അത് വിഡ്രോ ചെയ്തതല്ല, ക്യാപ്റ്റൻ അബേൻസ്, അതായത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്ന് വ്യക്തമായി പറയുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മറ്റൊന്ന് അതിന്റെ രാഷ്ട്രീയമാണ്. ഇത് PMC പദ്ധതി കരാർ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആരും മുന്നോട്ട് വരണ്ട. ഇത് ആരുടെയും വിജയവും പരാജയവുമേക്കാണ്ട് ഇന്നലെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്നാണ്. ഇത് ആരുടെയും വിജയവും പരാജയവുമായി കാണേണ്ടതില്ല. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നിലപാട് വന്നതുകൊണ്ട് സംസ്ഥാനത്തിന് അർഹിക്കുന്ന ഫണ്ട് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് SSK ഫണ്ടാണെങ്കിൽ പോലും അത് കിട്ടാതെ പോകും. അതിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ താൻ ഏറ്റെടുക്കാനില്ല. അതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CPI അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്രവിഹിതം കിട്ടാതെ പോകുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് CPI ആണെന്ന് പറയാതെ പറയുകയാണ് വി ശിവൻകുട്ടി ചെയ്യുന്നത്. ഇന്നലെ ഒരു മുഖാമുഖം പരിപാടിയിൽ സംസ്ഥാനത്ത് ഈ മന്ത്രിസഭ രൂപീകരിച്ച സബ് കമ്മിറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാകുമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയിരുന്നു ബിനോയ് വിശ്വം. അങ്ങനെ പറയേണ്ടതല്ല. കമ്മിറ്റി ഉള്ളത് തന്നെയാണ്. ആ കമ്മിറ്റി വിശദമായി തന്നെ പഠിക്കും. അതിന്റെ ഭൂരിപക്ഷ അഭിപ്രായം നോക്കും. ആ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയ ശേഷം മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. അതായത് PMC-യിൽ CPI മന്ത്രിമാരുടെ അഭിപ്രായം എതിരാണെങ്കിൽ പോലും അതിന് വിരുദ്ധ അഭിപ്രായം CPM മന്ത്രിമാർക്കും മറ്റ് ഇടതുപക്ഷ മന്ത്രിമാർക്കും ഉണ്ടെങ്കിൽ അതനുസരിച്ച് റിപ്പോർട്ട് നൽകുമെന്ന സൂചന കൂടി കാണണം. ബിനോയ് വിശ്വത്തിന്റെ വാർത്ത പത്രസമ്മേളനം ഉദ്ധരിച്ചുകൊണ്ടൊരു വാർത്ത വന്നിരുന്നു ജനയുഗത്തിൽ. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. RSS അതിന് നടപ്പാക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല, ആരും നടപ്പാക്കാൻ പോകുന്നുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം CPM-ന് നന്നായി അറിയാം. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് അത് പഠിക്കേണ്ട ഗതികേട് CPM-ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ RSS വിരുദ്ധ രാഷ്ട്രീയം CPI പഠിപ്പിക്കേണ്ട എന്ന് കൂടി പറയുകയാണ് വി ശിവൻകുട്ടി ചെയ്യുന്നത്. RSS-നെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പോരാട്ടങ്ങളുടെ സമരങ്ങളുടെ കണക്കെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനാരും തയ്യാറാവുകയും വേണ്ട. അത് ജനങ്ങൾ വിലയിരുത്തും. CPI-ക്കെതിരെ കടുത്ത അതിർത്തി, PMC വിവാദത്തിൽ അവരുടെ നിലപാടുകൾ, അതിനുശേഷം അതിന്റെ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ CPI എന്ന ശ്രമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവും അതിർത്തിയുമാണ് മന്ത്രി വി ശിവൻകുട്ടി പരസ്യമാക്കിയത്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. കൂടുതൽ പറയാനുണ്ടെന്ന് കൂടി ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു വി ശിവൻകുട്ടി ചെയ്തത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PM-ശ്രീയിൽ അതൃപ്തി ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിക്ക്. ആ അതൃപ്തി ഒരിക്കൽ കൂടി വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം കൂടുതൽ പറയുന്നില്ലെന്ന് പറഞ്ഞു നിർത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. എന്തായാലും News@9 ഇവിടെ പൂർണ്ണമാവുകയാണ്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി വിശദമായ വാർത്തകളുടെ സമയമാണ്, ചർച്ചകളുടെ സമയമാണ്. ന്യൂസ് ട്രെൻഡ്സ് കാണാം ഇടവേളയ്ക്ക് ശേഷം.